മുഹമ്മദ് യൂനുസിന് കീഴിൽ അഫ്ഗാനിസ്ഥാന് സമാനമായ സാഹചര്യമാണ് ബംഗ്ലാദേശ് നേരിടാൻ പോകുന്നതെന്ന് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ തസ്ലിമ നസ്രിൻ അഭിപ്രായപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ തസ്ലിമയെ തള്ളി യൂനുസ് തന്നെ രംഗത്തെത്തി. ആരോപണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ ഇന്ത്യ അവസാനിപ്പിക്കണമെന്നുമായിരുന്നു മുഹമ്മദ് യൂനുസിന്റെ ആവശ്യം. എന്നാൽ അന്ന് തസ്ലിമ പറഞ്ഞത് ശരിവെക്കും വിധത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ. 2ാം ക്ലാസ്സുകാരുടെ പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ലിംഗസമത്വം അപ്പാടെ അമർച്ച ചെയ്യുന്നുവെന്നാണ് ആക്ഷേപം. ബംഗ്ലാദേശിലെ മുൻനിര ദിനപത്രമായ ധാക്ക ട്രിബ്യൂണലിലെ റിപ്പോർട്ട് അതിനെ സാധൂകരിക്കുന്നു. 2024 പാഠപുസ്തകത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീട്ടുജോലിയിൽ തുല്യ പ്രാധാന്യമെന്ന് ബോധിപ്പിക്കുന്ന കഥ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ 2025 പതിപ്പിൽ അതിന് മാറ്റം വരുത്തി. പെൺകുട്ടികളാണ് വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടതെന്ന മട്ടിലാണ് പുതിയ പാഠ്യപദ്ധതി. ലിംഗസമത്വത്തിനായി വാദിക്കുന്നവർ രൂക്ഷ വിമർശനമാണ് പാഠപുസ്തകത്തിലെ മാറ്റത്തിനെതിരെ ഉയർത്തുന്നത്. താലിബാന്റെ വഴിയിലാണ് ബംഗ്ലാദേശിലെ ഭരണകൂടം നീങ്ങുന്നതെന്നാണ് വിമർശനം. വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരും തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു. ലിംഗസമത്വം യാഥാർത്ഥ്യമാക്കാനായി സമീപകാലത്ത് ബംഗ്ലാദേശ് ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നത് വാസ്തവമാണ്. എന്നാൽ ലക്ഷ്യത്തിൽ നിന്ന് ഏറെ അകലെയാണ് കാര്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള UNDP ബംഗ്ലാദേശ് പ്രതിനിധി സ്റ്റെഫാൻ ലില്ലി ഡെയിലി സ്റ്റാറിന് വേണ്ടി എഴുതിയ ലേഖനത്തിൽ ചില ന്യൂനതകൾ ചൂണ്ടിക്കാട്ടുന്നു. 2022 ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ബംഗ്ലാദേശിലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 8 മടങ്ങ് കൂടുതൽ സമയം ശമ്പളമില്ലാത്ത ജോലി ചെയ്യുന്നു. മാത്രമല്ല, ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വേതനത്തിൽ വലിയ അന്തരമുണ്ടെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ബംഗ്ലാദേശിൽ ആകെ 13% സ്ത്രീകൾക്ക് മാത്രമേ സ്വന്തമായി ഭൂമിയുള്ളൂ എന്നും രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്ത് ലിംഗവിവേചനം രൂക്ഷമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റു ചില കണക്കുകൾ കൂടിയുണ്ട്. ബംഗ്ലാദേശിലെ 54% സ്ത്രീകളും ശാരീരികമോ ലൈംഗികവുമായ അതിക്രമങ്ങൾ നേരിട്ടവരാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ധാക്ക സർവകലാശാലയും UNFPAയും നടത്തിയ ഒരു പഠനം ചൂണ്ടിക്കാണിക്കുന്നത് ഗർഭധാരണത്തിനിടെ ലിംഗഭേദം അടിസ്ഥാനമാക്കിയുള്ള ഗർഭഛിദ്രങ്ങൾ കൂടുതലാണെന്നാണ്. ഇത്തരം പക്ഷപാതങ്ങൾ ചരിത്രപരവും സാമൂഹികവുമായ ഘടകങ്ങളിൽ വേരൂന്നിയതാണെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത ചിന്താഗതികൾ മാറ്റമില്ലാതെ തുടരുന്നതിനാൽ പുരുഷന്മാർ സമൂഹത്തിൽ ഉന്നത സ്ഥാനം നിലനിർത്തുന്നു. ശൈശവ വിവാഹം പോലുള്ളവ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ അതീവ ദുഷ്കരമാണ് ബംഗ്ലാദേശിൽ സ്ത്രീകളുടെ സാഹചര്യം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടുകയാണ്. വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടുവെങ്കിലും സമൂഹത്തിലെ മോശം ചിന്താഗതികൾ വനിതകളെ പൊതുമണ്ഡലത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഈ വിവേചനങ്ങൾ മറികടന്ന് ബംഗ്ലാദേശി സമൂഹം ഉയരണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് സാമൂഹ്യ പ്രവർത്തകരുടെ നിലപാട്. ലിംഗസമത്വ ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ സ്കൂളുകളിൽ കൂടുതലായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നതിനിടെയാണ് സമീപകാല വിവാദങ്ങൾ ബംഗ്ലാദേശിനെ പിന്നോട്ടടിക്കുന്നത്. താലിബാന്റെ പാത പിന്തുടരണോ അതോ ലിംഗസമത്വത്തിലേക്ക് രാജ്യം നീങ്ങണമോ എന്ന് തീരുമാനിക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണകൂടമാണ്. എന്നാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ മേൽനോട്ടത്തിൽ രാജ്യത്ത് നടക്കുന്നത് താലിബാൻ ചിന്താഗതികളാണെന്നാണ് ആരോപണം.